ഇന്ന ഇനം തെങ്ങുണ്ട്, ഇത് ഞങ്ങളുടെ പഞ്ചായത്തിലാണ്, ഇതിന്റെ അവകാശം മറ്റാർക്കും ഇല്ല എന്നങ്ങ് പ്രഖ്യാപിക്കുക. ഇതിന് മേലെ കുത്തകാവകാശം എടുക്കാൻ ആർക്കും പാടില്ല എന്ന് ഗ്രാമസഭ കൂടി പ്രഖ്യാപിച്ചാൽ, പഞ്ചായത്തെല്ലാം പ്രഖ്യാപിക്കേണ്ടത്, പഞ്ചായത്തിന് അധികാരമില്ല, ഗ്രാമസഭയാണ് പാസ്സാക്കുന്നത്. ഗ്രാമസഭ പാസ്സാക്കുമ്പോൾ അതിന് വകുപ്പുകളൊക്കെ ഉണ്ട്. പുറമേ നിന്നുള്ള പഞ്ചായത്തിന്റെ ആൾക്കാർ വരണം, പുറമേ നിന്നുള്ള ഏതെങ്കിലും ഗ്രാമത്തിലെ ആൾക്കാർ സാക്ഷിയായിരിക്കണം. എല്ലാവരും കൂടി ഒപ്പിട്ട് ഒരു രേഖ ഉണ്ടാക്കിയാൽ ആ രേഖ പ്രകാരം ഈ പഞ്ചായത്തിലെ ഈ വസ്തുക്കൾ ഗവേഷണം നടത്തിയിട്ട് ഏത് കണ്ടുപിടുത്തം നടത്തിയാലും അത് ആ പഞ്ചായത്തിന് ബാധകമല്ല. മഞ്ഞളിന് നിങ്ങൾ എത്ര പാറ്റന്റ് ഇട്ടെടുത്താലും പട്ടുവം പഞ്ചായത്തിന് ബാധകമല്ല. ബാക്കി കേരളത്തിലെ ഏത് പഞ്ചായത്തിൽ ഇത് ഉപയോഗിച്ചാലും കേസ് വരും. അവിടുത്തെ ചെടികൾ മുഴുവൻ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, ജീവികളുടെ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, അറിവിന്റെ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, മൃഗചികിത്സകന്മാരുടെ നാട്ടുവൈദ്യന്മാരുടെ ഒക്കെ അറിവിന്റെ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതങ്ങനെ ഒരു പെട്ടിയിൽ വെച്ച് പൂട്ടിയിട്ട് അങ്ങനെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് കയ്യിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ആരും ഉപയോഗിക്കാനില്ല. വേണമെങ്കിൽ നാട്ടുകാർക്കാർക്കെങ്കിലും പോയി തുറന്നു നോക്കാം. അതിന് ഒരു കമ്മിറ്റി ഉണ്ട് അവിടെ, ആ കമ്മിറ്റി സമ്മതത്തോടു കൂടി തുറന്നു നോക്കാം. അതല്ലാതെ ലോകത്തിനാർക്കും ഇതിന്റെ മേലെ ഒരവകാശവും ഇല്ല എന്നതാണ് ഈ പ്രഖ്യാപനം. പക്ഷെ മറ്റ് പഞ്ചായത്തുകൾ ഇതുപോലെ ചെയ്യുമെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. എനിക്ക് ശാസ്ത്രാജ്യ വിഷയത്തിനോട് എതിർപ്പൊന്ന ആദ്യത്തെ കാര്യങ്ങളൊന്ന്, തൊട്ടടുത്ത കല്യാശ്ശേരി പഞ്ചായത്തിലെ ബയോഡൈവേഴ്സിറ്റി രജിസ്റ്റർ തയ്യാറാക്കി ആ രജിസ്റ്ററിന്റെ കോപ്പി എനിക്ക് കിട്ടുക അമേരിക്കയിൽ നിന്നാണ്. റോക്കലർ ഫൗണ്ടേഷനാണ് അതിന്റെ ഫണ്ട് ചെയ്തത്. വിദേശ ഫണ്ട് വാങ്ങി ഇങ്ങനെ ഒന്ന് ചെയ്താൽ ഉള്ള ആപത്ത് അതാണ്, അവർക്ക് കൊടുക്കണം അതിന്റെ കോപ്പി. റോക്കലർ ഫൗണ്ടേഷൻ 4 പെൺകുട്ടികളാക്കിയിരുന്നു KFRAയിൽ ആദിവാസികൾ ചികിത്സക്ക് ഉപയോഗിക്കുന്ന മരുന്നുകളെ പറ്റി കണ്ടുപിടിക്കാൻ. തലവേദന ഉപയോഗിക്കുന്നു, വയറുവേദനയൊക്കെ ഉപയോഗിക്കുന്നു, ഇതൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ 4 പെൺകുട്ടികളെ പണി. 2000 രൂപ എല്ലാ മാസവും സ്കോളർഷിപ്പ്. ഇത് കഴിഞ്ഞാൽ PhD അവരാ കൊടുക്കുക, PhD. റോക്കലർ ഫൗണ്ടേഷൻ ആ പെൺകുട്ടികളെ വീട്ടിലേക്ക് അയച്ചു. ഡോക്ടർ ശങ്കർ ഒരു കത്തും, ഇതാ ഇവരിങ്ങനെ റോക്കലർ ഫൗണ്ടേഷന്റെ സ്കോളർഷിപ്പ് വാങ്ങുന്ന കുട്ടികളാണ്, ഇവർ ഗവേഷണത്തിന് വന്നതാണ്, അപ്പോൾ ആദിവാസികളൊക്കെ ഉപയോഗിക്കുന്ന ചികിത്സ നാട്ടുമരുന്ന് നാട്ടുകാർ ഉപയോഗിക്കുന്ന നാട്ടുമരുന്നിനെ പറ്റിയൊക്കെ ഇവർക്ക് അറിയണം, അപ്പോൾ അതൊക്കെ രേഖപ്പെടുത്താൻ വേണ്ടി വന്നതാണ്. മാഷ് കഴിയുന്ന സഹായം ചെയ്യുമല്ലോ എന്നാണ് കത്ത്. കത്ത് വായിച്ചാൽ എനിക്ക് മനസ്സിലാവും ഒരു സഹായം ചെയ്യാൻ പാടില്ല എന്നായി കത്തിൻ്റെ അർത്ഥം. അവിടെ വന്നു, ഞാൻ തിരക്കിലായിരുന്നു, വേറെ എവിടെയൊക്കെ ക്ലാസ്സിന് പോയി മടങ്ങി വരുമ്പോൾ വീട്ടിൽ 4 പെൺകുട്ടികളുണ്ട്. അവർ ഒരാഴ്ച താമസിച്ചു. അവരെ ഇതേപോലെ 3-4 ആൾക്ക് പറഞ്ഞു, കണ്ടൽക്കാട് നടന്ന ആൾക്ക് പറഞ്ഞു. അവിടെ കണ്ടൽക്കാടിനെ പറ്റി ചെടിയെപ്പറ്റി അറിവ് കിട്ടുന്നല്ലാണ്ട് ചികിത്സയെപ്പറ്റി അയാൾക്കൊന്നും അറിഞ്ഞൂടാ. ഇതുപോലെ 3-4 സ്ഥലത്ത് ഞാൻ പറഞ്ഞു. അവരൊക്കെ അതൊക്കെ കുറിച്ചെടുത്ത് നേരെ പോയിട്ടുണ്ട്. ഇതുപോലെ ഡ്യൂ പോണ്ട് എന്ന ഭീകരനായ കുത്തക മംഗലാപുരത്ത് ഒരു കെമിക്കൽ വ്യവസായം തുടങ്ങാൻ തുടങ്ങിയപ്പോൾ അവിടുത്തെ പഞ്ചായത്തിലെ 14-15 ഗ്രാമസഭയുണ്ട്. എല്ലാ ഗ്രാമസഭയും പാസാക്കി ഈ ഗ്രാമസഭയിലെ അതിർത്തിയിൽ ഇത് പാടില്ല. അവർ സുപ്രീം കോടതി വരെ പോയി നോക്കി, രക്ഷയില്ല. ഗ്രാമസഭ പാസാക്കിയ നിയമത്തെ മറികടക്കാൻ പാർലമെന്റിന് പോലും അധികാരമില്ല എന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതി കേസ് തള്ളി. ഡ്യൂ പോണ്ട് പൊളിഞ്ഞുപോയി. നേരെ മറിച്ച് പഞ്ചായത്ത് പാസാക്കിയപ്പോഴാണ് കഞ്ചിക്കോടും പ്ലാച്ചിമടയിലും പഞ്ചായത്ത് തോറ്റുപോയത്. പാസ്സാക്കേണ്ടത് പഞ്ചായത്തല്ല, പഞ്ചായത്ത് രാജ് ബില്ല് പ്രകാരം പാസ്സാക്കേണ്ടത് ഗ്രാമസഭയാണ്. ഈ ടെൻഷനൊക്കെ ഒന്ന് റിലീസ് ചെയ്യട്ടെ. കൊണ്ടൊരു കവിത പാടണം, കുറച്ച് വരി പാടാൻ വേണ്ടിയിട്ടാണ്. ഒരു 5-6 വരി മാത്രം പാടാം. കൂട്ടരെ നോക്കുവിൻ അമ്പഴക്കൊമ്പത്തെ കൂട്ടിലെ പൈങ്കിളി മുട്ടയിട്ടു, എന്തു മെഴുമെഴുപ്പെന്തു മുഴു മുഴുപ്പെന്തൊരു കൊച്ചു രസക്കൊടുക്ക, മുട്ടകളല്ലിവ ആനന്ദ പാൽക്കടൽ മുത്തുകൾ തന്നെയാണെന്ന് തോന്നും, അമ്മ കിളിയുടെ കണ്ണും കരളുമാമീ മുട്ട മുട്ടിയുടച്ചിടല്ലേ. ഏതായാലും വളരെ ദീർഘമായ ക്ലാസ്സാണ്. നിങ്ങൾ എത്ര പേര് എത്രമാത്രം ഉൾക്കൊണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ദയവായി നന്ദിയിൽ ഒതുക്കാതിരിക്കുക. നന്ദി പ്രവർത്തനത്തിലാണ് വേണ്ടത്. പ്രകൃതിയോടാണ് നമുക്ക് നന്ദി കാണിക്കുക. അടുത്ത തലമുറയ്ക്ക് വേണ്ടി പ്രവർത്തിക്കും എന്ന പ്രതിജ്ഞയാണ് നമ്മുടെ നന്ദി. അതാണ് കാണേണ്ടത്. അതിലൊതുക്കാതിരിക്കുക. ഏതായാലും ഞാൻ ഇത്രയും കൊണ്ട് നിർത്താം. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഇനി വരുന്നൊരു തലമുറയ്ക്ക്
ഇവിടെ വാസം സാധ്യമോ? മലിനമായ ജലാശയം അതിമലിനമായൊരു ഭൂമിയും, മലിനമായ ജലാശയം അതിമലിനമായൊരു ഭൂമിയും. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? തണലു കിട്ടാൻ തപസിലാണിവിടെയെല്ലാം മലകളും, ദാഹനീരിനു നാവു നീട്ടി വരണ്ടു പുഴകൾ സർവവും. കാറ്റുപോലും വീർപ്പടക്കി കാത്തു നിൽക്കുന്നാളുകൾ, കാറ്റുപോലും വീർപ്പടക്കി കാത്തു നിൽക്കുന്നാളുകൾ. എവിടെയെന്നൻ പിറവിയെന്നായി വിത്തുകൾ തൻ മന്ത്രണം, എവിടെയെന്നൻ പിറവിയെന്നായി വിത്തുകൾ തൻ മന്ത്രണം. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഇലകൾ മൂളിയ മർമരം, കിളികൾ പാടിയ പാട്ടുകൾ ഒക്കെ ഇന്നു നിലച്ചു കേൾപ്പതു ഭൂമി തന്നെ നിലവിളി. നിറങ്ങൾ മായും ഭൂതലം വസന്തമിന്നും വരാത്തിടം, നിറങ്ങൾ മായും ഭൂതലം വസന്തമിന്നും വരാത്തിടം. നാളെ നമ്മുടെ ഭൂമിയോ മഞ്ഞു മൂടിയ പാൽനിലം, നാളെ നമ്മുടെ ഭൂമിയോ മഞ്ഞു മൂടിയ പാൽനിലം. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? സ്വാർത്ഥ ചിന്തകളുള്ളിലേറ്റി സുഖങ്ങളെല്ലാം കവരുവോ? ചുട്ടരിച്ചു കളഞ്ഞുവോ ഭൂമി തന്നുടെ നന്മകൾ? കനവുകിനിയും മനസ്സു നന്നാൽ മണ്ണിലിനിയും ജീവിതം, കനവുകിനിയും മനസ്സു നന്നാൽ മണ്ണിലിനിയും ജീവിതം. ഒരുമയോടെ നമുക്കു നീങ്ങാം തുയിലുണർത്തുക കൂട്ടരെ, ഒരുമയോടെ നമുക്കു നീങ്ങാം തുയിലുണർത്തുക കൂട്ടരെ. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? പെരിയടാമുകൾ രമ്യഹർമ്മ്യം അണുനിലയം യുദ്ധവും. ഇനി നമുക്കീ മണ്ണിൽ വേണ്ടെന്നൊരു മനസ്സായി ചൊല്ലിടാം. വികസനം അത് മർത്യ മനസ്സിനതിരിൽ നിന്നും തുടങ്ങണം, വികസനം അത് മർത്യ മനസ്സിനതിരിൽ നിന്നും തുടങ്ങണം. വികസനം അതു നന്മ പൂക്കും ലോക സൃഷ്ടിക്കായിടാം, വികസനം അതു നന്മ പൂക്കും ലോക സൃഷ്ടിക്കായിടാം. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? മലിനമായ ജലാശയം അതിമലിനമായൊരു ഭൂമിയും, മലിനമായ ജലാശയം അതിമലിനമായൊരു ഭൂമിയും. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഇവിടെ വാസം സാധ്യമോ? ഇവിടെ വാസം സാധ്യമോ?